ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് VC എത്തിച്ചേരുന്നു എന്നുള്ള VC രജിസ്ട്രാർ അനിൽകുമാർ എത്തിച്ചേരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രജിസ്ട്രാറെ തടയണമെന്നാണ് നേരത്തെ VC ഉത്തരവിറക്കിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഇപ്പോൾ ചുമതലയിൽ ജോലി നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തടയണമെന്നാണ് നേരത്തെ VC ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള പോലീസ്, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം അവിടെയുണ്ട്. അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നതിനായി എത്തുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയാണ് ചുമതലയിൽ തുടരാമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അനുമതി നൽകിയത്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ചുമതലയിൽ തുടരാൻ അനുമതി നൽകി. ആ ഉത്തരവ് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് VC രജിസ്ട്രാർ ജോലിയിൽ പ്രവേശിക്കരുത്, രജിസ്ട്രാറെ തടയണമെന്ന് ഉത്തരവിറക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ജോലി നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി പോകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, നിലവിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത അവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ തടഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് തടഞ്ഞില്ല. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടെ അവിടെയുണ്ട്. ഷീജ, എന്താണ് വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവേശിച്ചതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ VC നൽകിയിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് രജിസ്ട്രാറെ ഈ ക്യാമ്പസിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് അത്തരത്തിലൊരു നീക്കം വലിയ തോതിലുള്ള ത്തിൽ കൂടിയാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാർ ഏതായാലും രജിസ്ട്രാർ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തിന്റെ ജോലികൾ കൃത്യനിർവഹണം തുടങ്ങാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഉത്തരവ് നൽകിയിരുന്നത് VC ആണ്. പക്ഷേ അതിന് പിന്നാലെ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ വന്നു പറഞ്ഞതും കേരള സമൂഹം കണ്ടതാണ്. സിൻഡിക്കേറ്റാണ് നിയമനാധികാരി, രജിസ്ട്രാറെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തിന് ജോലിയിൽ തുടരാൻ നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനായി നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ VCയുടെ ഉത്തരവ് പുല്ലുവിലയായി മാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VCയുടെ ഉത്തരവല്ല, സിൻഡിക്കേറ്റിൻ്റെ ഉത്തരവ് തന്നെയാണ്, കോടതിയുടെ ഉത്തരവ് തന്നെയാണ് നിലനിൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.